ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ദീപാരാധനയെപ്പറ്റി മനസ്സിലാക്കാം. ഓരോ ദിവസത്തിനും ദീപം തെളിക്കുന്ന ലളിതമായ ആചാരം. ഓരോ ദിവസത്തിൻ്റെയും ദൈവിക ഊർജവുമായി നിങ്ങളുടെ മനസ്സിനെയും ജീവിതത്തെയും യോജിപ്പിക്കാൻ സഹായിക്കുന്ന ലളിതമായ ഒരു ദീപാരാധനയാണ് ഇത്. ഭക്തിപൂർവം ഒരു ദീപം തെളിയിച്ച് ശാന്തമായ ഒരു സങ്കല്പം മനസ്സിൽ ധരിച്ച് താഴെ പറയുന്ന വസ്തുക്കൾ സമർപ്പിക്കുക. തിങ്കളാഴ്ച ദീപാരാധനയിൽ അരി സമർപ്പിക്കുന്നത് മാനസിക സമാധാനം, ശാന്തത, ചന്ദ്രന്റെ അനുഗ്രഹം എന്നിവ ലഭിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് വീട്ടിലും ഹൃദയത്തിലും ഐക്യവും സമാധാനവും കൊണ്ടുവരുമെന്ന് കരുതപ്പെടുന്നു. ചൊവ്വാഴ്ച ഗ്രാമ്പു സമർപ്പിക്കുന്നത് സംരക്ഷണം, ധൈര്യം, നെഗറ്റീവ് ഊർജങ്ങൾ നീക്കം ചെയ്യൽ എന്നിവയ്ക്കാണ്. ഇത് ആത്മവിശ്വാസവും ഉള്ളിലെ ശക്തിയും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. ബുധനാഴ്ച മഞ്ഞൾ രോഗശാന്തി നൽകുന്ന ഊർജം, ജ്ഞാനം, പോസിറ്റിവിറ്റി, വളർച്ച എന്നിവയെ ആകർഷിക്കുന്നു. ഇത് നെഗറ്റീവ് ഊർജത്താൽ ശുദ്ധീകരിച്ച് മംഗളകരമായ പുതിയ തുടക്കങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വ്യാഴാഴ്ച മഞ്ഞൾ അരി. ഈ സംയോജനം സമൃദ്ധി, ആത്മീയ അനുഗ്രഹം, ജ്ഞാനം, ഐശ്വര്യം എന്നിവയുടെ പ്രതീകമാണ്. ദൈവിക മാർഗനിർദ്ദേശത്തിൽ ജീവിതത്തിലെ സ്ഥിരതയ്ക്കും ഇത് ചെയ്യാറുണ്ട്. വെള്ളിയാഴ്ച ദീപാരാധനയ്ക്കായി അരി, ഗ്രാമ്പു എന്നിവ ഉപയോഗിക്കുന്നു. സ്നേഹം, സൗന്ദര്യം, ആകർഷണം, സമാധാനം, സന്തുലിതമായ ബന്ധങ്ങൾ എന്നിവയ്ക്കായി ഈ ആചാരം ചെയ്യുന്നു. കൂടാതെ നെഗറ്റീവ് ഊർജത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. ശനിയാഴ്ച ദീപാരാധനയ്ക്കായി എള്ള്, ഗ്രാമ്പു ചേർത്ത് സമർപ്പിക്കുന്നത് മനസ്സിനെ സ്ഥിരതയിലേക്ക് നയിക്കാനും കർമ്മശുദ്ധീകരണത്തിനും ദോഷത്തിൽ നിന്നും ദുഷ്പ്രഭാവങ്ങളിൽ നിന്നും സംരക്ഷണത്തിനും ഭാരമുള്ള നെഗറ്റീവ് ഊർജങ്ങൾ വിട്ടു അയക്കുന്നതിനുമായി ചെയ്യപ്പെടുന്നു. ഞായറാഴ്ച ദീപാരാധനയ്ക്ക് ഉപയോഗിക്കുന്നത് നെയ്യും കുങ്കുമപ്പൂവുമാണ്. വിജയം, ആത്മവിശ്വാസം, പോസിറ്റീവ് ഊർജം എന്നിവയ്ക്കായി ഇങ്ങനെ ദീപം തെളിയിക്കുന്നു. ഈ ദീപാരാധന ഭക്തിയോടെയും നന്ദിയോടെയും ശാന്തമായ മനസ്സോടെയും നിർവഹിക്കുക. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.